ഷഹനാസ് വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഷഹനാസിന് ഇരുന്നിട്ട ഇരിക്കപ്പുറതിയില്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുമോ, വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകുമോ? ഇതാണ് ഷഹനാസിന്റെ വല്ലാത്തൊരു എന്താ പറയുക, ബുദ്ധിമുട്ടിനും അസ്വസ്ഥതയ്ക്കും ഒക്കെ കാരണം എന്നുള്ളതാണ്. ഷഹനാസ് പറയുന്നു, എന്നെ IAS ഞാൻ കള്ളത്തരം പറഞ്ഞ IAS കിട്ടിയെന്ന് കള്ളത്തരം പറഞ്ഞതോ അല്ലെങ്കിൽ എനിക്കൊരു കുഞ്ഞു ഉണ്ടായിട്ടും ഇല്ല എന്ന് ഇതൊന്നും രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റിന് മുകളിലല്ല എന്നാണ് ഷഹനാസ് വാദിക്കുന്നത്. ഷഹനാസ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരു നീചനായ പെണ്ണുപിടിയനായ ഒരാളെ ഇന്ന് വരെ ലോക രാഷ്ട്രീയത്തിൽ പോലും ഷഹനാസ് കണ്ടിട്ടില്ല. അങ്ങനെയാണ് ഷഹനാസിന്റെ പല സംസാരങ്ങളൊക്കെ തോന്നുന്നത്. ഷഹനാസ് പറയുന്ന ഒരു കാര്യം ഇവിടെ ഇപ്പോൾ അത് ട്രോളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രഷർ അതൊന്ന് കേട്ട് നോക്കും. ഒരു സ്ത്രീയെ പ്രണയിച്ച് കല്യാണം കഴിക്കാമെന്ന് പറയുന്നു, പല രീതിയിൽ വാഗ്ദാനങ്ങൾ നൽകുന്നു, എന്നിട്ട് അവരെ ആദ്യം അവരുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോ ആ സ്ത്രീക്ക് തന്നെ അറിയില്ല സെക്സ് എന്താണെന്ന് അറിയാത്തൊരു സ്ത്രീ അപ്പോ നിങ്ങളത് കേട്ടല്ലോ. അതായത് സെക്സ് എന്താണെന്ന് പോലും അറിയാത്ത സ്ത്രീ അതേത് സ്ത്രീയാണ്? സെക്സ് എന്താണെന്ന് പോലും അറിയാത്ത സ്ത്രീ. ഒരു സിനിമയിൽ സലീം കുമാർ പറയുന്നുണ്ട്, ഏതാണ് പെണ്ണിന് അസമയം, ഭരണഘടനയിൽ ഒരു പെണ്ണിന് അസമയം എന്ന് എഴുതി വച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ ഏതാണ് ഷഹനാസ് ചേച്ചിയെ സെക്സ് എന്താണെന്ന് പോലും അറിയാത്ത പെണ്ണ്? അതായത് ജനിച്ച് ഒരു പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ രക്ഷിതാക്കൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊക്കെ പഠിപ്പിച്ചാണ് ഇപ്പോൾ വിടുന്നത്. പണ്ട് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ അമ്മമാരൊക്കെ പറയുന്നത് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ തൊടുമ്പോൾ അത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല അവിടെ മറ്റുള്ളവർ, അത് ആരാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിൽ ആരാണെങ്കിലും തൊടുന്നത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് സെക്സ് എഡ്യൂക്കേഷനും ഒക്കെ ഈ കാലഘട്ടത്തിലും അതൊന്നും അറിയാത്ത സ്ത്രീകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം പോയത് എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് അവരോടൊക്കെ വല്ലാത്ത പുച്ഛമാണ് തോന്നുന്നത്. ഷഹനാസ് അവരെയൊക്കെ മറ്റുള്ളവരെ കൊണ്ട് പുച്ഛിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം DGPക്ക് പരാതി നൽകി. ഇപ്പോൾ 10 കോടിയുടെ മാനനഷ്ട കേസ് നൽകിയിരിക്കുകയാണ്. മാനനഷ്ട കേസ് നൽകിയെന്ന് കേട്ടപ്പോൾ ചേച്ചി വലിച്ചുകൊണ്ടിരിക്കുകയാണ്, ചേച്ചി ഊതിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്, ഷഹനാസിൻ്റെ പോസ്റ്റാണ്: എണ്ണിക്കൊണ്ടിരിക്കുന്നു കോടികളല്ല, പറന്നു പൊങ്ങി പൊട്ടിത്തകരുന്ന കുമ്മിളകൾ. ഇന്നലെ നീ ആരായിരുന്നു, ഇന്ന് നീ ആരാണ്? ഒക്കെ പോട്ടെ, മറ്റന്നാൾ നീ ആരാണാവോ? എന്തൊക്കെയായിരുന്നു വ്യാജ കാർഡായിട്ട് വന്നപ്പോൾ തുടങ്ങിയ പെർഫോമൻസ് ആയിരുന്നു, എന്നിട്ടിപ്പോൾ എന്തായി? പവനായി, ശവമായി, കോഴിക്കോട് ബീച്ചിൽ തന്നെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഊതി വിടുന്ന ചേച്ചിക്ക് പറ്റിയ ജോലി അതാണ്. ചേച്ചിക്ക് പറ്റിയ ജോലി അതാണ്. എന്തായാലും അതങ്ങനെ നിൽക്കട്ടെ. കാരണം ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വെള്ള പൂശാനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കണമെന്നോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വീണ്ടും മത്സരരംഗത്തേക്ക് വരണമെന്നോ ജനപ്രതിനിധിയാകണമെന്നോ ഞാനൊന്നും ആഗ്രഹിക്കുന്നു പോലുമില്ല. കാരണം അയാൾ രാഷ്ട്രീയക്കാരനാണ്. അയാൾ വന്നാലും വന്നില്ലെങ്കിലും പാർട്ടിയാണ് അതൊക്കെ തീരുമാനിക്കേണ്ടത്. പാർട്ടി തീരുമാനിക്കട്ടെ അയാൾ വരണമോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ പാർട്ടി തീരുമാനിച്ചിട്ട് അയാൾ പാലക്കാട് മത്സരിച്ചാൽ അയാളെ വേണമെന്ന് ആഗ്രഹമുള്ള ജനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെ ജയിപ്പിക്കും. അപ്പോൾ അത് മറ്റൊരു വിഷയം. ഇവിടെ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തെറ്റ് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആ കോടതി ആ തെറ്റാണെന്ന് വിധിക്കുകയും അയാൾക്ക് ശിക്ഷ നൽകുകയും ചെയ്യും. അയാൾക്ക് ശിക്ഷ നൽകുന്നതിന് മുമ്പേ ഈ സ്ത്രീ ആരാണ്, അയാളെ മോശപ്പെടുത്താനും മോശക്കാരനാക്കാനും ഈ സ്ത്രീ ആരാണ്? അതിജീവിതകളെ മോശക്കാരെ ആക്കിയാൽ അപ്പോൾ തന്നെ ആ മോശക്കാരാക്കുന്നയാളെ പോലീസ് പിടിക്കുന്നു, അയാളുടെ വീട് റെഡി ചെയ്യുന്നു, അയാളുടെ ലാപ്ടോപ്പ് ഇതെല്ലാം പിടിച്ചെടുക്കുന്നു. പിന്നെ അയാൾക്ക് ജാമ്യം പോലും കിട്ടാതിരിക്കാനുള്ള എല്ലാ കളികളും കേരളത്തിലെ പോലീസ് നടത്തുന്നു. ഇവിടെ ഒരു സ്ത്രീ വന്നിരുന്ന ഒരു പുരുഷനെ അപമാനിക്കേണ്ടതിൻ്റെ ഏറ്റവും അങ്ങേയറ്റം വരെ അപമാനിച്ചിട്ട് ആ സ്ത്രീ വീണ്ടും ആ പുരുഷനെ അപമാനിച്ചു കൊണ്ടിരുന്നിട്ട് ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് ഒരു ചുക്കും ചെയ്യാനില്ല. അതായത് കേരളത്തിലെ പോലീസിന്, പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്, അതിൻ്റെ കീഴിലുള്ള പോലീസുകാർക്ക് ഒരു ചുക്ക് ഷഹനാസിനെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താ ഷഹനാസിനെ പിടിക്കേണ്ടേ? ഷഹനാസിനെ വീട്ടിൽ ഇടിച്ചു കയറി പിടിച്ചിട്ട് അതെടുത്ത് വീഡിയോ മാധ്യമങ്ങൾക്ക് നൽകണ്ടേ? ഷഹനാസിനെ ചോദ്യം ചെയ്യണ്ടേ? ഷഹനാസും രാഹുൽ മാങ്കൂട്ടം പ്രതിയാണ് എന്ന് വിചാരിച്ച ഒരു പ്രതിക്കെതിരെ കോടതി വിധിക്കുന്നത് വരെ എന്ത് പറയാമെന്നാണോ? അപ്പോൾ ഷഹനാസ് ചിന്തിക്കേണ്ടത്, ഷഹനാസ് 100% പെർഫെക്റ്റ് ആണോ? നിങ്ങൾ
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ 100% ശരിയാണോ എന്ന് ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളെക്കുറിച്ച് ഞങ്ങളല്ല പറയുന്നത്, സമൂഹ മാധ്യമങ്ങളിലാണ് അതൊന്നും തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രംഗത്തെത്തുന്നത് ഇവിടെ ആരും കണ്ടിട്ടുമില്ല. ആ പറഞ്ഞതൊക്കെ തെറ്റാണ്, അടിസ്ഥാനരഹിതമാണ്, അവർക്കെതിരെ ഞാൻ പരാതി കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രംഗത്തെത്തുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം കോഴിയാണെന്ന് പറയുമ്പോൾ നാക്കിന് കുറെ നീളമുണ്ടല്ലോ, മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ശാസ്ത്രമംഗൽ അജിത് കുമാർ ചോദിച്ചതുപോലെ പിന്നെ പുരുഷൻ മാത്രമാണോ സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്ത് കിടപ്പറയിലേക്ക് കൊണ്ടുവരുന്നത്? കല്യാണം കഴിഞ്ഞ് ഭർത്താവുള്ള ഒരു സ്ത്രീയെ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി വീണ്ടും പീഡിപ്പിക്കാൻ കഴിയുന്നത്? ആ സ്ത്രീ ഓൾറെഡി ആ സ്ത്രീയുടെ ഭർത്താവിനെ വഞ്ചിച്ചിരിക്കുകയാണ്. ആ സ്ത്രീ ഓൾറെഡി ആ ഭർത്താവിനെ മറ്റൊരാൾ അവനൊരു കിഴങ്ങനാണ്, അവനൊരു കഴിവില്ലാത്തവനാണ് എന്ന് വേറൊരുത്തനെ കൊണ്ട് പറയിപ്പിക്കുകയും അവനെ അങ്ങനെ ആക്കി തീർത്തയുമായ ഒരു സ്ത്രീയാണ് ഞാൻ അതിജീവിതയാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ എന്താ പറയുക വലിയ രീതിയിൽ സംസാരം നടത്തുന്നത്. അവളെ ചേർത്ത് പിടിക്കാൻ 1000 ആളുകളുണ്ട്. അവളെ ചേർത്ത് പിടിക്കുകയോ, നിങ്ങൾ അതൊന്നും ഇവിടെ വിഷയമല്ല. കാരണം അതിജീവിതമാരെ നമ്മൾ ആക്ഷേപിക്കുകയോ അവരെ വിമർശിക്കുകയോ ചെയ്യാൻ പാടില്ല. കാരണം അവർ അതിജീവിതമാരാണ്, അവരെ നമ്മളൊന്നും പറയാനോ ചെയ്യാനോ പാടില്ല. പക്ഷേ ഈ അതിജീവിതമാരെന്ന് പറയുന്ന സ്ത്രീകൾക്കൊരു ഭർത്താവില്ലേ? അവർ അതിജീവിതന്മാരാണ്. അവരെ ചേർത്ത് പിടിക്കാൻ ഈ ഒരു സമൂഹത്തിലെ ഒരാളെയും കണ്ടില്ലല്ലോ. അവനെന്താ, അവനെ പറ്റിച്ചത്, അവനെ ചതിച്ചത്, അവനെ വഞ്ചിച്ചത്, അവനെ കഴിവില്ലാത്തവനാക്കിയത്, അവനെ നട്ടലില്ലാത്തവനാക്കിയത്, അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തിയത്, ഇതൊന്നും ചോദിക്കാനും പറയാനും പിന്നെ ആരുമില്ല. അവൻ അതിജീവിതനുമല്ല. അപ്പോൾ പിന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ഭാര്യയായിരിക്കുമ്പോൾ, നിയമപരമായി ഭാര്യയായിരിക്കുമ്പോൾ മറ്റൊരു പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അവൻ വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോൾ ഈ ബന്ധം അവസാനിപ്പിക്കാതെ അവനെ വിവാഹം കഴിക്കാൻ കഴിയില്ല എന്നറിഞ്ഞു വെച്ചുകൊണ്ട് അവനോടൊപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം അവൻ മറ്റു സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുന്നു എന്നറിയുമ്പോൾ അവനോട് തോന്നുന്ന പകയുടെയും പ്രതികാരത്തിൻ്റെയും മുൾമുനയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവനെ പിന്നെ പ്രതിയാക്കി നിർത്തുകയും ചെയ്യുന്ന ഒരു, അത് പ്രതിയെന്നല്ല പറയുന്നത്, അത് ഈ പകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പഴയ ഫോമൊക്കെ തിരിച്ചു പിടിച്ച് രാഹുൽ മാങ്കൂട്ടം രംഗത്തെത്തുന്നുണ്ട്. പിണറായി വിജയൻ്റെ സേനയും വിജയൻ്റെ സ്തുതി പാഠകരും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പിന്നെ രാഹുൽ മാങ്കൂട്ടം രംഗത്തെത്തുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകുമോ, ഇതാണ് ഷഹനാസിന്റെ പേടി. ഷഹനാസ് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് കോൺഗ്രസിനെയാണ്. അതായത് കോൺഗ്രസ്, ഞാൻ ഇങ്ങനെ പറഞ്ഞ് കോൺഗ്രസിന് എത്രത്തോളം നാണം കെടുത്താൻ കഴിയുമോ അത്രത്തോളം നാണം കെടുത്തും. എങ്ങനെ ഈ പാർട്ടിയെ വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഞാൻ ചെയ്യും. അതായത് ഷഹനാസിന്റെ വാർത്താ സമ്മേളനത്തിൽ ഷഹനാസ് പറഞ്ഞത് എന്താ, ഞാൻ കമ്മികളെ അല്ല പറയുന്നത്, കൊങ്ങികളെയാണ്. അതായത് കോൺഗ്രസ് പാർട്ടിക്കകത്തിരുന്നു കൊണ്ട് പറയുകയാണ്, ഞാൻ കമ്മികളെ അല്ല പറയുന്നത്, കൊങ്ങികളെയാണ് എന്നുള്ളത്. ഇതിൽ കുറേ കമൻറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഈ ഷഹനാസ് ഊതി വിട്ട ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കുറേ കമൻ്റൊക്കെ ഞാനിങ്ങനെ നോക്കി, ഞാൻ തന്നെ വായിച്ച് ചിരിച്ചു പോയി. അതായത് ഇന്നലെ വ്യാജ IAS, ഇന്ന് വ്യാജ എഴുത്തുകാരി, മറ്റന്നാ വെറും ജയിൽ പുള്ളി, പ്രൊഫൈൽ ലോക്ക് ചെയ്ത് നടക്കുന്ന ഒരു 3rd ക്ലാസ് പേടിത്തൂറി, ഇങ്ങനെ കമൻറ്റുകളാണ്, പലരും ഇട്ടേക്കുന്ന കമൻറ്റുകളാണ്. ഇവളുടെയൊക്കെ മുന്നിൽ കുറച്ച് പേടിക്കുക തന്നെ നല്ലത്. രാഹുലിൻ്റെ മുട്ട ഉപ്പിലിട്ട് വിൽക്കുകയാണ് ഇവൾ ബീച്ചിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അത് അതിൻ്റെ മീനിങ് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ അത് മോശം വാക്കാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞതല്ല. മുസ ശ്രീജിത്ത് നാഥ് വാസു അയാൾക്ക് മറുപടി കൊടുത്തതാണ്. ആ ഫേക്ക് ഐഡി ആയിരിക്കും, നമുക്കറിയില്ല. ഒരു സ്ത്രീയെ നമുക്ക് പറയാം, സ്ത്രീയെ ആയാലും പുരുഷനെ ആയാലും, ഇവിടെ സ്ത്രീക്ക് പ്രത്യേകം പ്രിവിലേജ് ഒന്നുമില്ല, സ്ത്രീക്ക് പ്രത്യേകം പിന്നെ എന്താ പറയുക, നീതിന്യായ വ്യവസ്ഥയിൽ സ്ത്രീ വലിയ കൊമ്പുകൾ ഒന്നുമല്ല. ഇവിടെ സ്ത്രീയും പുരുഷനും തുല്യരാണ്. സ്ത്രീയെ അപമാനിക്കുന്നത് തെറ്റാണ്, ഒപ്പം പുരുഷനെ അപമാനിക്കുന്നതും തെറ്റാണ്. അത് ഷഹനാസിന് അറിയില്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ആ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഫെമിനിസ്റ്റ് കളിച്ചിട്ടും ആളാവാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തെക്കാൾ നല്ലതാണോ നമ്മളെന്നുള്ളത് ആദ്യം ചിന്തിക്കണം. അല്ല എന്ന് സ്വയം ബോധ്യപ്പെടുത്തുമ്പോൾ നാക്കങ്ങ് വാക്കാത്ത് കിടന്നോളൂ.